മനുഷ്യൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രതിഫലം ദൈവം നൽകും. ആ പ്രതിഫലം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന സകല മനുഷ്യർക്കും ഒരു വീണ്ടെടുപ്പ് ആവശ്യമുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 21 അധ്യായം അതിൻ്റെ 28 വാക്യം. നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ തല പൊക്കുവീൻ. ഇന്ന് നാം ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ, അവസ്ഥകൾ, പശ്ചാത്തലം വളരെ പ്രതിസന്ധി നിറഞ്ഞതും വ്യാകുലതകൾ നിറഞ്ഞതുമാണ്. ദുഷ്ടൻ പലതിനെയും മൂടി കളഞ്ഞിരിക്കുന്നു. എന്നാൽ അതിൻ്റെ നടുവിൽ ദുഷ്ടതയെ ചെറുത്ത് തോൽപ്പിച്ച് ദൈവിക ദൗത്യത്തിന് വേണ്ടി ജീവിക്കുവാൻ നമുക്കൊരു കാഴ്ചപ്പാട് വേണം. ആ കാഴ്ചപ്പാടിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ് നമ്മളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു എന്നുള്ള ഒരറിവ്. അതുകൊണ്ട് നാം നിവർന്ന് തലപൊക്കി ദൈവപ്രവൃത്തിക്കായി നാം കാത്തിരിക്കണം. അതുപോലെ തന്നെ പിന്നെയും ദൈവവചനം പറയുകയാണ്. വെളിപ്പാട് പുസ്തകം 3 അധ്യായം അതിൻ്റെ 21 വാക്യം. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിലിരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ. അതെ, ജയിക്കുന്നവർക്കായി ദൈവം ഒരുക്കുന്ന ഒരു പദവിയുണ്ട്. ജയിക്കുന്നവൻ എന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. അതുകൊണ്ട് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ, ദൈവം നമ്മെ നൽകി തന്നിരിക്കുന്ന കാഴ്ചപ്പാടുകൾ, ദർശനങ്ങൾ, ഇവയെല്ലാം വ്യക്തതയിൽ നിലനിർത്തി ആത്മീക മൂല്യമുള്ളവരായി ജീവിപ്പാൻ നാം ഒരുങ്ങണം. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാൻ ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ. അതെ, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. അവൻ പാപത്തെ ജയിച്ചു, രോഗത്തെ ജയിച്ചു, ശത്രുവിൻ്റെ സകല ആധിപത്യങ്ങളെയും ജയിച്ചു, ദുഷ്ടനെയും പകയനെയും മിണ്ടാതാക്കി, ശത്രുവിൻ്റെ മുമ്പിൽ മേൽക്കുമേൽ ജയം പ്രാപിച്ചു. അതുകൊണ്ട് ദൈവവചനം ഇങ്ങനെ പറയുന്നു. റോമാലേഖനം 8 അധ്യായം അതിൻ്റെ 1 വാക്യം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല. ദൈവിക മൂല്യങ്ങൾ തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ വിശ്വസ്തരായി നന്മ ചെയ്തുകൊണ്ട് ദൈവഹിതത്തിനായി മുന്നേറാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.